അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. അപ്പോൾ ഇന്നലെ അവസാനിച്ചത് മുകളിലിരുന്ന് മഹേന്ദ്രനും ലക്ഷ്മി അമ്മയും കൂടി ചന്ദ്രികയോട് പറയുന്നു, മോള് പോയി മേഘയെ മേലെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന്. ചന്ദ്രിക മേഘയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി താഴെ പോകുന്നു. ചന്ദ്രിക പോയി കഴിഞ്ഞതും ലക്ഷ്മി അമ്മ മഹേന്ദ്ര സാറിനോട് ചോദിക്കുകയാണ്, ഏട്ടാ, ചന്ദ്രികയാണ് നമ്മുടെ മകളെന്ന് അവളോട് എപ്പോഴാണ് പറയാൻ പോകുന്നത്? അപ്പോൾ മഹേന്ദ്രൻ സാറ്, സമയം വരുമ്പോൾ ഉറപ്പായും പറയാം. ഭഗവാൻ അതിനുള്ള അവസരം ഉറപ്പായും താമസിയാതെ ഉണ്ടാക്കും. ശേഷം സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോൾ അടുത്തൂടെ പോകുന്ന മേഘയോട് ചന്ദ്രിക പറഞ്ഞു, മേഘയെ മുകളിൽ നിന്ന് സാറ് വിളിക്കുന്നു. എന്നെയോ? ആ അതേ മേഘ. ശരി, നീ പോയിക്കോ, ഞാൻ പോയിക്കോളാം. സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ മേഘ മനസ്സിലോർത്തു, അച്ഛൻ എന്തിനായിരിക്കും വിളിക്കുന്നത്? ഒരു പക്ഷേ ഞാൻ ബിസിനസ്സിന് വേണ്ടി പണം ചോദിച്ചതിനാണോ? ആ കാര്യം സംസാരിക്കാൻ വേണ്ടി ആയിരിക്കും. ശരി, എന്തായാലും പോയി ചോദിച്ചേക്കാം. നല്ല സന്തോഷത്തോടു കൂടി ഊറി ചിരിച്ചുകൊണ്ട് അവൾ മേലേക്ക് നടന്നു. മേഘയെ കണ്ടതും ലക്ഷ്മി അമ്മ ഏങ്ങി കരഞ്ഞു. പതിയെ മഹേന്ദ്ര സാറിനോട് പറഞ്ഞു, ഏട്ടൻ വേണം മേഘയോട് ഈ കാര്യം പറയാൻ. അവളുടെ മുഖത്ത് നോക്കി സത്യം പറയാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പോൾ മഹേന്ദ്രൻ സാറ് അവളെ സമാധാനിപ്പിച്ചു. ശരി, ഞാൻ തന്നെ പറഞ്ഞോളാം. മേഘയാകട്ടെ പൂർവാധികം സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് വന്നു. എന്താ അച്ഛാ, വിളിച്ചിരുന്നോ? അതേ മോളെ, അച്ഛൻ എന്ത് കാര്യത്തിനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ മഹേന്ദ്ര സാർ ലക്ഷ്മി അമ്മയുടെ മുഖത്ത് നോക്കി. ലക്ഷ്മി അമ്മയും പരിഭ്രമത്തോടെ മഹേന്ദ്രനെ നോക്കി. മേഘ സന്തോഷത്തോടെ പിന്നെയും പറഞ്ഞു, ഞാൻ ചോദിച്ചതൊന്നും അച്ഛൻ ഇതുവരെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതും അച്ഛൻ എതിർക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 3 കോടി രൂപ തരാമെന്ന് പറയാനല്ലേ, അതിനല്ലേ നിങ്ങൾ വിളിച്ചത്? ലക്ഷ്മി അമ്മയും മഹേന്ദ്രൻ സാറും പറയാനാവാതെ കുഴങ്ങി നിന്നു. മേഘ പിന്നെയും ചോദിച്ചു, പറയച്ചാ, അച്ഛൻ ഇത് പറയാനല്ലേ എന്നെ വിളിച്ചത്? അവർ പിന്നെയും ഒന്നും മിണ്ടിയില്ല. പിന്നെയും മേഘ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നും പറയാതിരുന്നാൽ ഞാനത് വിശ്വസിക്കുമെന്നാണോ? സത്യം പറയൂ, എനിക്ക് ഈ സർപ്രൈസ് ഒന്നും താങ്ങാൻ പറ്റില്ല. അവൾ പിന്നെ അച്ഛനോട് സ്നേഹത്തോടെ പറഞ്ഞു. പറയച്ചാ. മഹേന്ദ്രൻ സാറ് അവളെ സഹതാപത്തോടെ നോക്കി. ലക്ഷ്മി അമ്മ പരിഭ്രമിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. മഹേന്ദ്രൻ സാറ് പറയാൻ തുടങ്ങി, മേഘ, ഇത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് നാളായി ആലോചിക്കുന്നു. പക്ഷേ ഈ കാര്യം പറയാതിരിക്കാനും കഴിയില്ല. അപ്പോൾ മേഘയുടെ മുഖത്തെ ചിരിമാഞ്ഞു. അവൾ ചോദിച്ചു, എന്താ അച്ഛാ, എന്താ കാര്യം? മഹേന്ദ്രൻ സാറ് പിന്നെയും സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, മേഘ, നീ ചെറിയ കുട്ടിയല്ല, വിദ്യാഭ്യാസമുള്ളവളാണ്, വളരെ പക്വതയുള്ളവളുമാണ്. ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം കേട്ട് നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് വലിയൊരു ഷോക്കായിരിക്കും. പക്ഷേ നീ തകർന്നു പോകരുത്, ധൈര്യമായിരിക്കണം മോളെ. അപ്പോൾ മേഘ ചോദിച്ചു, എന്താ അച്ഛാ, എന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ നേരെ ലക്ഷ്മി അമ്മയുടെ നേരെ തിരിഞ്ഞു. അമ്മേ, അച്ഛൻ എന്താ ഈ പറയുന്നേ? ലക്ഷ്മി അമ്മയാണെങ്കിൽ അവളുടെ മുഖം നോക്കാതെ ഏങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മഹേന്ദ്രൻ സാർ മേഘയോട് പറഞ്ഞു, മേഘ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ തെറ്റായ തീരുമാനം ഒന്നും എടുക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. എന്നിട്ട് അയാൾ കൈകൾ നീട്ടി. മേഘ ആകെ അന്താളിച്ചു പോയി. അവൾ അമ്മയെയും അച്ഛനെയും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ സത്യം ചെയ്യുന്നതൊക്കെ ഇരിക്കട്ടെ, ആദ്യം അച്ഛൻ കാര്യം പറയും. ലക്ഷ്മി അമ്മ ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ട് മേഘ പറഞ്ഞു, അമ്മ എന്തിനാ കരയുന്നേ? അച്ഛാ, എന്താ കാര്യം, തുറന്നു പറയാച്ചാ. അമ്മ എന്തിനാ കരയുന്നേ? പിന്നെയും സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ സാറ് പറയാണ്, മേഘ, ഞാനിത് പറയാൻ നിർബന്ധനായതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. മറ്റൊരു ദുരുദ്ദേശവും ഇല്ല. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ഞങ്ങളിത് പറയുന്നത് മേഘ. അച്ഛാ, മുഖവുരയില്ലാതെ കാര്യം പറയ്. അയാൾ വളരെയേറെ വ്യസനത്തോടെ, മേഘ, നീ ഞങ്ങളുടെ മകളല്ല മോളെ. മേഘ ഞെട്ടിത്തരിച്ചു നോക്കി നിന്ന് പോയി. അവൾ കണ്ണുകൾ മിഴിച്ച് രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോൾ മഹേന്ദ്രൻ സാർ പിന്നെയും പറഞ്ഞു, അതേ മോളെ, നീ ഞങ്ങൾക്ക് ജനിച്ച മകളല്ല.
അവൾ സങ്കടത്തോടെ മനസ്സിലോർത്തു. ഈശ്വര, എന്ത് കാര്യമാണോ അച്ഛൻ പറയരുതെന്ന് വിചാരിച്ചത് അതുതന്നെ അച്ഛൻ പറഞ്ഞല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ അച്ഛ ഈ പറയുന്നേ? ഞാൻ അച്ഛൻ്റെ മകളല്ലെന്നോ? അതേ മോളെ, നീ എനിക്കും ലക്ഷ്മിക്കും ജനിച്ച മകളല്ല. അവൾ ലക്ഷ്മി അമ്മയെ നോക്കി. ലക്ഷ്മി അമ്മ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും മഹേന്ദ്ര സാർ പറഞ്ഞു, ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെ ആരോ എടുത്തിട്ട് നിന്നെ ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് വെച്ചിട്ട് പോയി. ശേഷം അവളെ സമാധാനിപ്പിക്കാൻ തക്കവണ്ണം അയാൾ പറഞ്ഞു, പക്ഷേ അന്ന് മുതൽ ഇന്നോളം ഞങ്ങളുടെ മകളുടെ സ്ഥാനത്ത് നിന്നെ വളർത്തിയത്. മേഘ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ തമാശ പറയാണോ? അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ മോളെ. DNA ടെസ്റ്റ് കണ്ടിട്ട് നീ ഞങ്ങളുടെ മകളല്ലെന്ന് ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞു മോളെ. അവൾ പിന്നെയും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അച്ഛൻ നുണ പറയുക. അച്ഛനെ ആരെയോ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല മേഘ, നിന്റെ അച്ഛൻ പറയുന്നതാ ശരി. DNA ടെസ്റ്റ് എടുത്തിട്ട് ഡോക്ടർ തന്നെയാ നീ ഞങ്ങളുടെ മകളിലെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അവൾ ഇതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ കരച്ചിലടക്കാനാവാതെ തറയിൽ വീണുപോയി. എന്നിട്ട് അവൾ ലക്ഷ്മിയോട് ചോദിച്ചു, അപ്പോൾ ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ അമ്മേ? ലക്ഷ്മി അമ്മ തറയിലുള്ള അവളെ പിടിച്ചെണീപ്പിക്കാൻ നോക്കി. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലേ? അപ്പോൾ മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നിന്നെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും നീ എൻ്റെ മകൾ തന്നെയാ. അപ്പോൾ മേഘ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു, കള്ളം പറയണ്ട. നിങ്ങൾക്ക് ജനിച്ച മകൾ ഒരു ദിവസം ഈ വീട്ടിലേക്ക് വന്നാൽ അവളെ മകളെന്ന് പറയില്ലേ? എന്നെ മകളെന്ന് പറയുമോ? ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ പിന്നെയും ചോദിച്ചു, അവളെയല്ലേ മകളായി സ്വീകരിക്കൂ? ഞാൻ നിങ്ങൾക്ക് അന്യായിട്ട് മാറില്ലേ? അയ്യോ മേഘ, അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ലക്ഷ്മി അമ്മ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. അവൾ കൈതട്ടി പിന്നെയും മാറ്റി. വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയരുത്. ഇത് കേട്ട് മഹേന്ദ്രൻ സാറ് പറഞ്ഞു, മേഘ, നീ ഞങ്ങളുടെ മകളിൽ നിന്ന് കരുതി നിന്നെ ഞങ്ങൾ കൈവിടില്ല മോളെ. നിനക്കും പ്രിയക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ഉറപ്പായും ചെയ്യും. അപ്പോൾ മേഘ പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ പറ്റുക? ഞാൻ നിങ്ങളുടെ മകളിൽ നിന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾ എനിക്കും പ്രിയക്കും വേണ്ടി എന്ത് ചെയ്യാനാ? ഇനി മുതൽ ഈ വീട്ടിൽ ഒരു അനാഥയായിട്ടാണ് ഞാൻ കഴിയാൻ പോകുന്നത്. സങ്കടത്തോടെ മഹേന്ദ്ര സാർ പിന്നെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു, ഞാൻ നിങ്ങളുടെ മകളിൽ നിന്നറിഞ്ഞാൽ ഈ വീട്ടിലെ വാച്ച്മാൻ പോലും എനിക്ക് വില തരില്ല. ഇനി ഈ അപമാനം കഷ്ടപ്പെട്ട് സഹിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാൻ മരിച്ച ആർക്കും ഇവിടെ ഒരു വിഷമം ഉണ്ടാവില്ല. അവൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് മഹേന്ദ്ര സാറിനോട് പറഞ്ഞു, പ്രിയയെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് വലിയ ആളാക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട. എപ്പോൾ ഞാൻ നിങ്ങളുടെ മകളിൽ നിന്നറിഞ്ഞോ അപ്പോഴേ എല്ലാം അവസാനിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അവൾ ഏങ്ങിക്കൊണ്ട് പിന്നെയും പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ ഒരു അനാഥയാണെന്ന സത്യം ആരോട് പറയരുത്. ഞാൻ അനാഥയായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് മഹേന്ദ്രൻ സാറ് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. മേഘ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇല്ലച്ചാ, എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവൾ അവരുടെ കൈവിട്ട് കുതറി. ഞാനിനി ജീവനോടെ ഉണ്ടാവില്ല. മേഘ മോളെ, പ്ലീസ് പ്ലീസ്. മേഘ പറയുന്നത് കേൾക്ക് മോളെ. രണ്ടുപേരും മാറി മാറി വിളിച്ചു. പക്ഷേ കൈ കുതറുകയല്ലാതെ അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. മേഘ മോളെ, ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കരുത്. അവൾ ആക്രോശിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിനി എന്തിനാ ജീവനോടെ ഇരിക്കുന്നേ? മേഘ പറയുന്നത് കേൾക്ക് മോളെ. ഇല്ല, എനിക്കിനി ജീവിക്കണ്ട. അവൾ കുതറാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അവർ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അവരുടെ കയ്യിൽ നിന്നും കുതറി അവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി. പുറകിൽ നിന്നും മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മ ഒരുപാട് തവണ വിളിച്ചു, മേഘ മോളെ. അവളിതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ? മേഘ. അവൾ ഓടി നേരെ അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. പിന്നാലെ അവരും ഓടി. അപ്പോഴത്തേനും വാതിലടച്ചിരുന്നു. മേഘ, കതക് തുറക്ക് മേഘ. മുറിയുടെ ഉള്ളിൽ കയറി അവൾ വാതിലിൽ ചാരി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. വാതിലിൻ്റെ ഇപ്പുറത്ത് മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മയും ഒരുപാട് തവണ വിളിച്ചു, മേഘ വാതിൽ തുറക്കുമോളെ, ഒരുപാട് പറഞ്ഞു. ലക്ഷ്മി അമ്മ മഹേന്ദ്രൻ സാറിനോട് പറഞ്ഞു, ഇതാണ് ഏട്ടാ ഞാൻ അവളോട് ഇക്കാര്യം പറയണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നില്ലേ? റൂമിനുള്ളിൽ മേഘ ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നെക്കുറിച്ചുള്ള സത്യം ഇവരറിഞ്ഞു. ഇനി ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു നാടകം കളിക്കണം. അതില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിന്നും അവരെന്നെ ഓടിക്കും. മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും ആകട്ടെ വാതിലിനപ്പുറത്ത് നിന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു, മേഘ കതക് തുറക്കുമോളെ. ഒരുപാട് ആലോചിച്ച ശേഷം മേഘയ്ക്ക് മുറിയിലുള്ള ഫാൻ കണ്ടു. അലമാര തുറന്ന് അവൾ അതിൽ നിന്നും ഒരു സാരി എടുത്തു. അവൾ അത് ഫാനിൽ കുരുക്കി കെട്ടി.
ഒരു കുരുക്ക് തൻ്റെ കഴുത്തിലിടാൻ വേണ്ടി അവൾ അവിടെ നിന്നു. അപ്പോൾ പുറത്തുനിന്നും വളരെ ശക്തിയായി വാതിലിനിടിച്ച് മഹേന്ദ്രൻ സാറ് ആ വാതിൽ തുറന്നു. ഉള്ളിലുള്ള കാഴ്ച കണ്ട് മഹേന്ദ്രൻ സാർ നടുങ്ങിപ്പോയി. പിന്നാലെ വന്ന ലക്ഷ്മി അമ്മയും മേഘ അയ്യോ. അവരെ കണ്ടതും മേഘ കുരുക്ക് കഴുത്തിലേക്കിടാൻ ശ്രമിച്ചു. മഹേന്ദ്രൻ സാർ ഓടി വന്ന് അത് അഴിക്കാൻ ശ്രമിച്ചു. മേഘ എന്താ നീ കാണിക്കുന്ന മോളെ? കുരുക്കഴിച്ചപ്പോൾ അവൾ ബെഡിലിരുന്നു. അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു, മോളെ മേഘ നീ എന്താ ഈ കാണിക്കുന്നേ? അപ്പോൾ അവൾ ഞാൻ ഇനി എന്തിനാ ജീവിക്കുന്നേ? ഒരു അനാഥയായിട്ട് എനിക്കിനി ജീവിക്കണ്ട. ആശയറ്റ് അവൾ പറഞ്ഞു, എന്നെ വെറുതെ വിട്, ഞാൻ മരിക്കുന്നത് നല്ലത്. അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, വാ അടക്ക് മോളെ, നീ എന്തിനാ മോളെ ഇങ്ങനെ അപശകുനമായി സംസാരിക്കുന്നേ? നീ ഞങ്ങളുടെ മകളിലെന്ന കാര്യം ഞങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു. അവൾ ഇതെല്ലാം പരിഭ്രമിച്ച് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ലക്ഷ്മി അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഈ സത്യം തുറന്നു പറയാത്തത്. ഇപ്പോൾ പറയേണ്ടത് ആവശ്യമായിട്ട് വന്നു, അതുകൊണ്ടാണ് നിന്നോട് ഈ സത്യം പറഞ്ഞത്. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. നീ എന്നെങ്കിലും ഇത് അറിയണമെന്ന് കരുതിയാ ഇത് പറഞ്ഞു എന്നല്ലാതെ വേറെ ഒരു കാരണവും ഇല്ല. അപ്പോൾ മേഘ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഈ സത്യം അറിയണമെന്നുള്ളത് കൊണ്ടായിരുന്നല്ലോ നിങ്ങളിത് പറഞ്ഞത്. അതോ നിനക്ക് ഈ വീടുമായി ഒരു ബന്ധവും ഇല്ല, ഇവിടുന്ന് പുറത്തേക്ക് പോയിക്കോ എന്ന് പറയാൻ വേണ്ടിയാണോ ഇത് പറഞ്ഞത്? ലക്ഷ്മി അമ്മയും മഹേന്ദ്രൻ സാറും അന്താളിച്ചു പോയി. ലക്ഷ്മി അമ്മ പറഞ്ഞു, അയ്യോ മേഘ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നീ എൻ്റെ മകൾ തന്നെയാ. അവസാനം വരെയും നീ ഞങ്ങളുടെ മകൾ തന്നെ ആയിരിക്കും. അപ്പോൾ മേഘ അങ്ങോട്ട് ചോദിച്ചു, അതെങ്ങനെയാ എനിക്കിനി നിങ്ങളുടെ മകളായി കഴിയാൻ പറ്റുക? നിങ്ങളുടെ സ്വന്തം മകൾ ഇവിടേക്ക് നിങ്ങളെ തേടി വന്നാൽ ഞാൻ പിന്നെ ആരും ഇല്ലാത്തവളാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കില്ലേ? അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഉറപ്പായിട്ടും അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ചെയ്യില്ല. എന്നിട്ട് മേഘയെ ആശ്വസിപ്പിക്കുന്നവണ്ണം പറഞ്ഞു, ഇപ്പോൾ നിന്നെ എങ്ങനെയാണോ ഞങ്ങൾ സ്നേഹിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അങ്ങോട്ടും. പക്ഷേ മേഘയ്ക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. നിങ്ങളെന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ നിങ്ങളുടെ കുട്ടിയെ കിട്ടിയാൽ എന്നെ ഒരു അന്യായിട്ടല്ലേ കാണുള്ളൂ. എനിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരം ഉണ്ടാവുക? എല്ലാ അധികാരവും നിങ്ങളുടെ മക്കൾക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന മഹേന്ദ്രൻ സാർ പറഞ്ഞു, ദേ നോക്ക് മേഘ, നീ സ്വയം ഓരോന്നും മെനഞ്ഞുണ്ടാക്കരുത്. നിനക്കിപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ അപ്പോഴും ഉണ്ടാകും. അതേസമയം തെറ്റ് ചെയ്യുന്നത് സ്വന്തം മകളായാലും ശരി, നീ ആയാലും ശരി, അത് ഞങ്ങൾ തിരുത്തും മോളെ, അത് ഞങ്ങളുടെ കടമയാണ്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന വണ്ണം മേഘ അങ്ങോട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ അവസാനം വരെ ഇങ്ങനെ ആയിരിക്കില്ല എന്നോട് പെരുമാറുന്നത്. നിങ്ങളുടെ മകളെ കിട്ടിയ ഉടനെ നിങ്ങളൊക്കെ മാറും. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പിന്നെയും പറഞ്ഞു, 25 വർഷമായിട്ട് നിങ്ങളാണ് ലോകം എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നു. അപ്പോൾ മഹേന്ദ്രൻ സാർ പറഞ്ഞു, ദേ നോക്കു മേഘ, നീ ഞങ്ങളുടെ മകളിലെന്ന കാര്യം ഈ വീട്ടിൽ ഞങ്ങൾ ആരോടും പറയില്ല. ഈ സത്യം ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല മോളെ. അതുമാത്രമല്ല, ഈ വിവരം നിന്റെ മുത്തശ്ശനോടോ സിദ്ധാർത്ഥിനോടോ ജാനകിയോടോ പോലും ഞങ്ങൾ പറയില്ല. അപ്പോൾ പെട്ടെന്ന് അവൾ അങ്ങോട്ട് ചോദിച്ചു, സത്യമാണോ അച്ഛാ? അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? അപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, നീ വിശ്വസിച്ചേ പറ്റൂ മോളെ. നീ ഞങ്ങളുടെ മകളിലെന്ന കാര്യം ഞങ്ങൾ ആരോടും പറയില്ല. പിന്നെ സംശയത്തോടെ മേഘ ചോദിച്ചു, ഒരുപക്ഷെ നിങ്ങളുടെ മകൾ വന്നാലോ, അപ്പോൾ പറയില്ലേ? സഹി കെട്ട് ഏങ്ങലടിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു, ഞങ്ങളുടെ മകൾ ഞങ്ങളെ തേടി വന്നാലും ഈ വീട്ടിൽ വേറെ ആരോടും നീ ഞങ്ങളുടെ മകളിലെന്ന കാര്യം പറയില്ല. അപ്പോൾ പ്രതീക്ഷ എന്ന വണ്ണം കിടക്കയിൽ നിന്ന് എണീറ്റ് മേഘ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അപ്പോൾ അമ്മ എനിക്ക് സത്യം ചെയ്തു തരൂ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. അപ്പോൾ ലക്ഷ്മി അമ്മ അവൾക്ക് കൈ കൊടുത്തുകൊണ്ട്, സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളിലെന്ന കാര്യം ഞങ്ങൾ ആരോടും പറയില്ല. മഹേന്ദ്രൻ സാറിൻ്റെ മുഖത്ത് അന്താളിപ്പ് ഉണ്ടായി. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം കുറച്ച് നോക്കാം. മേഘ ലക്ഷ്മി അമ്മയോട് പറയുന്നു, നിങ്ങൾ എന്നെ അവഗണിക്കുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നു. ഇല്ല മേഘ, അങ്ങനെയൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴും നീ ഞങ്ങളുടെ മകൾ തന്നെയാ. അതും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. മേഘയുടെ മുഖത്ത് കാര്യം നേടിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് കാറിൽ നിന്നിറങ്ങുന്ന സിദ്ധുവിനെയും അനുവിനെയുമാണ്. ആ കാഴ്ച അന്താളിച്ച് നോക്കി നിൽക്കുന്ന ചന്ദ്രികയെയും. അനു സന്തോഷത്തോടെ ചന്ദ്രികയോട് പറയുന്നു, കോഫി കുടിക്കാമോ എന്ന് ചോദിച്ചതാ, അപ്പോഴേക്കും എന്നെ കൊണ്ടുപോയി. അത് ആസ്വദിച്ച് നോക്കുന്ന സിദ്ധാർത്ഥിനെയും. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.